ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 31 തീയതി ശനിയാഴ്ച, കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 17 തീയതി പകൽ 11:24 മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് ശുക്രൻ രാശി മാറുകയാണ്. ശുക്രന്റെ ഈ രാശി മാറ്റം കൊണ്ട് ശുക്രൻ നൽകുന്നതായ അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്ന 9 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചും പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകുന്ന 3 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നു. ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ യുവാക്കൾക്ക് ദുർഗാദേവി കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് വിവാഹം എന്ന സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകുന്നു. അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി വളരെയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. സ്വന്തമായി ഭൂമി, വീട്, വാഹനം എന്നിവകൾ വാങ്ങുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തൊഴിലെന്ന സ്വപ്നവുമായി നടന്നിരുന്നവർക്ക് അത് വന്നു ചേരുകയും തൊഴിലിനു വേണ്ടി വിദേശത്തും മറ്റും പോകുവാൻ തയ്യാറെടുത്തിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പലവിധങ്ങളായ അസ്വസ്ഥതകളും അലട്ടിയിരുന്നവർക്ക് അതൊക്കെ പാടെ മാറി സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബ അന്തരീക്ഷം സംജാതമാകും. എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ആവശ്യമായ സർവ കാര്യങ്ങളും ശുക്രന്റെ സഞ്ചാര ഫലമായി ലഭ്യമാകുന്നു. ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ജാതകർക്കും ശുക്രൻ സമ്പത്തും സമൃദ്ധിയും നല്ല ചേർച്ചയുള്ളതും മനസ്സിനിണങ്ങിയതുമായ ജീവിത പങ്കാളികളെയും സൽസന്താനങ്ങളെയും ഭൂമി, വീട്, വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാവിധ സുഖഭോഗങ്ങളും ഇഷ്ടഭാവസ്ഥിതനായ ശുക്രൻ ജാതകർക്ക് നൽകുന്നതാണ്. ശുക്രന്റെ മേടം രാശിയിലേക്കുള്ള വരവോടുകൂടി ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യമായി മേടം രാശി നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1 പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ ജന്മഭാവത്തിൽ മിഥുനമാസം 14 തീയതി വരെ നിൽക്കുന്ന കാലമാണ്. അതായത് 30 ദിവസം. ഈ കാലത്ത് ജാതകർക്ക് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൈകളിലേക്ക് ധാരാളം ധനവും സമ്പത്തുകളും വന്നു ചേരുന്നതാണ്. സ്വന്തമായി വീട്, ഭൂമി, വാഹനം ഒക്കെ വാങ്ങാനായി കാത്തിരുന്നവർക്ക് അതിനുള്ള സമയമാണ്. വിദേശത്തോ സ്വദേശത്തോ നല്ല ഒരു തൊഴിലിനായി കാത്തിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭ്യമാകും. സാമ്പത്തിക പ്രതിസന്ധികളിലും മറ്റും അകപ്പെട്ട് വലിയ തോതിൽ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് വലിയ അളവിൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും. പൂർവികമായി ലഭിക്കേണ്ടിയിരുന്ന കുടുംബ സ്വത്തുക്കൾ തടസ്സങ്ങൾ മാറി കൈകളിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ അസ്വസ്ഥതകളും മറ്റും മാറി സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ഓരോരോ കാരണത്താൽ വിവാഹം മാറിപ്പോയിരുന്നവർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരും. തീരെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. സാമ്പത്തിക നിലയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ മേടക്കൂറുകാർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ ജീവിതത്തിലുണ്ടാകും. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ദുർഗാദേവി ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും അനുകൂല ഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭ ഫലങ്ങൾ അനുഭവം ആകാതെയിരിക്കാനും ഏറെ ഉത്തമമാണ്. അടുത്തതായി ഇടവക്കൂറ് നക്ഷത്രക്കാരായ കാർത്തിക 2, 3, 4, രോഹിണി, മകയിരം 1, 2 പാദക്കാർക്ക് ശുക്രൻ 12 ഭാവത്തിലേക്ക് വന്നെത്തുകയാണ്. സ്വന്തം തൊഴിലിൽ നിന്നും മറ്റ് വരുമാന മാർഗങ്ങളിൽ നിന്നുമായി മെച്ചപ്പെട്ട വരുമാന വർധനവ് ഈ കാലത്ത് ഉണ്ടാകും.
വളരെ വലിയ സമ്പാദ്യങ്ങൾ ഭാവിയിലേക്കായി മാറ്റിവെക്കുവാൻ കഴിയുന്നതാണ്. മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവകകളിൽ ചിലതൊക്കെ തിരികെ പിടിക്കുവാൻ സാധിക്കും. മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാഫല്യമുണ്ടാകും. തൊഴിൽ രംഗത്ത് നല്ല മികവ് പുലർത്തുവാൻ കഴിയും. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും ഉയർന്ന സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭ്യമാകുന്നതാണ്. രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകളിൽപ്പെട്ട് വലഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് മോചനവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഭൂമി, വീട്, വാഹനം എന്നിവകൾ വാങ്ങാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. തീരെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വന്നു ചേർന്ന ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലെ ദുരവസ്ഥകളെല്ലാം മാറ്റിമറിക്കും. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകുവാൻ ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം ദുർഗായൈ നമഃ എന്ന മന്ത്രജപവും ലളിതാ സഹസ്രനാമ പാരായണവും ഏറെ ഉത്തമമാണ്. അടുത്തതായി മിഥുനക്കൂറ് നക്ഷത്രക്കാരായ മകയിരം 3, 4 പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർതം നക്ഷത്രം 1, 2, 3 പാദക്കാർക്കും ശുക്രൻ 11ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. തൊടുന്നതെല്ലാം ലാഭത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഗ്രഹമാണ് ശുക്രൻ. വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതർക്ക് ഗുണഫലങ്ങളുടെ ഒരു ചാകര തന്നെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും. പലവിധങ്ങളായ വരുമാന മാർഗങ്ങളിൽ നിന്നായി ധാരാളം ധനലാഭങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. സ്വന്തമായി ഒരു വീട് എന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകും. മനസ്സിലാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെ വലിയ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും. ദീർഘനാളായി വിവാഹത്തിന് ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് മനസ്സിനിഷ്ടപ്പെട്ട ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരും. തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് വന്നു ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും സാധിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം ദുർഗായൈ നമഃ എന്ന മന്ത്രജപവും ലളിതാ സഹസ്രനാമ ജപവും ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്ക് ഏറെ ഉത്തമമാണ്. അടുത്തത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, 1ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലേക്ക് കടന്നു വരുന്നു. ഈ കാലത്ത് ഏർപ്പെടുന്ന എല്ലാ ഇടപാടുകളിൽ നിന്നും ജാതകർക്ക് വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകും. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം തന്നെ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ്. ദുർഗാദേവി ഭാഗ്യ ദേവതയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഭാഗ്യ നിമിഷങ്ങൾ ജീവിതത്തിൽ നിരവധിയുണ്ടാകും. ഏറെ നാളായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിൻ്റെ കാലമായിരിക്കും. മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വളരെ വലിയ സൗഭാഗ്യങ്ങളുമായി ജീവിതത്തിലേക്ക് കടന്നുവരും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കായി ദേവീക്ഷേത്ര ദർശനങ്ങളും ശിവക്ഷേത്ര ദർശനവും ഓം നമഃ ശിവായ, ഓം ദുർഗായൈ നമഃ എന്നീ മന്ത്ര ജപങ്ങളും ശിവ സഹസ്രനാമ ജപവും ലളിതാ സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ്. അടുത്തതായി കന്നിക്കൂറ് നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4, അത്തം, ചിത്തിര 1, 2 പാദക്കാരായ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൊന്നായ 8ാം ഭാവത്തിലേക്ക് വരുന്നു. വിദേശത്തും സ്വദേശത്തും മറ്റുമായി തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വലിയ വരുമാന വർധനയുണ്ടാകും. വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടാകും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലഭ്യതകളും ഉണ്ടാകും. പലവിധ അസ്വസ്ഥതകളിൽപ്പെട്ട് കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടിയിരുന്നവർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ്. തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വളരെ കാലമായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് വിവാഹം എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമാകും. ജീവിതത്തിലേക്ക് മനസ്സിനിണങ്ങിയ പങ്കാളി കടന്നുവരും. നൂതനമായ ഗ്രഹോപകരണങ്ങളും മറ്റും വാങ്ങി ഗ്രഹം പിടിപ്പിക്കുവാൻ സാധിക്കും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും
ദേവീക്ഷേത്ര ദർശനങ്ങളും വിഷ്ണു സഹസ്രനാമ ജപവും ലളിത സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ്. അടുത്തതായി ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തന്റെ ഇഷ്ടസ്ഥാനങ്ങളിലൊന്നായ 5-ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ സ്ഥാന ലാഭങ്ങളും പ്രമോഷനുകളും മറ്റും ഉണ്ടാകുകയും അതുവഴി വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. രോഗശയ്യയിലായിരുന്നവർക്ക് രോഗശമനവും ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നതാണ്. ശത്രുക്കൾ മിത്രങ്ങളാകുകയും ശത്രുതകൾ മാറുകയും ചെയ്യുന്നതാണ്. കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലബ്ധികളും മറ്റും ഉണ്ടാകും. സന്താനങ്ങൾ ഉന്നതങ്ങളായ ബിരുദങ്ങളും മറ്റും നേടുന്നതും ഉന്നതികളിലേക്കുള്ള ഉയർച്ചകളും മറ്റും കൺകുളിർക്കെ മാതാപിതാക്കൾക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും. യുവതി യുവാക്കൾക്കും മറ്റും വിവാഹാദി മംഗളങ്ങൾ ഉണ്ടാകും. ദീർഘനാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ പൂവണിയും. ശുഭഫലപുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ ജപവും ലളിത സഹസ്രനാമ ജപവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തതായി മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4 പാദക്കാർക്കും തിരുവോണം, അവിട്ടം 1, 2 പാദക്കാർക്കും ശുക്രൻ തന്റെ ഇഷ്ടഭാവമായ 4-ാം ഭാവത്തിലേക്ക് വന്നെത്തുന്നു. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. കൃഷിഭൂമി വാങ്ങാൻ കാത്തിരുന്നവർക്ക് ഭൂമി വാങ്ങാൻ അവസരമൊരുങ്ങും. മനസ്സിന് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ശയനോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും കൊണ്ട് ഗ്രഹം മോടി പിടിപ്പിക്കുകയും നാൽക്കാലികളുടെ ലാഭവും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ലളിതാ സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ്. അടുത്തത് കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദക്കാർക്കും ഉദ്യോഗസ്ഥരായവർക്കും പൊതുപ്രവർത്തകർക്കും മറ്റും ചില പുതിയ പദവികൾ വന്നു ചേരുകയും സ്ഥാനകയറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ലാഭാനുഭവങ്ങളും ജീവിതം അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയും ചെയ്യും. ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ശുഭഫലപുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനങ്ങളും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും ആയ നക്ഷത്രക്കാർക്ക് ശുക്രൻ 2-ാം ഭാവത്തിലേക്ക് കടന്നിരിക്കുന്നു. ശുക്രന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്ന് തന്നെയാണ് 2-ാം ഭാവവും. ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ വലിയ ധനലാഭങ്ങളുണ്ടാകും. വിദ്യാർത്ഥികളായവർക്ക് ഉന്നതമായ വിജയങ്ങളുണ്ടാകും. പല ബഹുമതികളും വന്നു ചേരുന്ന കാലമായിരിക്കും. ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ വലിയ ധനലാഭങ്ങൾ ജാതകർക്ക് വന്നു ചേരും. കൈയും മനസ്സും നിറയെ ധനം വന്നു ചേരും. കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും. ശുഭഫല പുഷ്ടിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനങ്ങളും വിഷ്ണു സഹസ്രനാമ ജപവും ലളിത സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ്. വൃശ്ചികക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലും തുലാക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലും കർക്കിടക കൂറുകാർക്ക് 10-ാം ഭാവത്തിലുമായി ശുക്രൻ അനിഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയാൽ ധനപരമായ കാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധയുണ്ടാകുകയും ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകുന്നതും നല്ലതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.